بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم على نبينا محمد وعلى آله وصحبه أجمعين. أما بعد. സൂറത്തു അൽ കാഫിറൂനാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇൻഷാ അള്ളാഹ് ഇന്ന് അടുത്ത സൂറത്ത് ഏതാണ്? സൂറത്തുൽ അൽ കൗസർ ആണ് ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അള്ളാഹ്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഓതിയിട്ട് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. إنا أعطيناك. إن സുക്കൂൻ ചെയ്ത നൂനാണ്, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മദ് കൊടുക്കണം. ആതൈനാക്കയുടെ ഹംസയാണ് ശേഷം വന്നത്, അതുകൊണ്ട് ആതൈനാക്കൽ കൗസർ. കൗസറാണ്, സാആൻ സീനല്ല, കൗസർ. ഫസല്ലി സാദ് ലാം ഫസല്ലി ലി റബ്ബിക റ ലിറബ്ബിക വൻഹർ ഹാഅൻ ഹാ അല്ല ഹാഅൻ ഹാ വൻഹർ വൻഹർ. ഇന്ന ഷാനിഅക ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. എല്ലാം അവസാനത്തെ മൂന്ന് ആയത്തുകളും റായിലാണ് അവസാനിക്കുന്നത്. മാത്രമല്ല റാ തഫ്ഖീം ചെയ്തിട്ട് തന്നെയാണ് അവസാനിക്കുക. അതായത് റാ എന്ന ശബ്ദത്തിൽ തന്നെ, രാ അല്ല. കൗസർ, വൻഹർ, അബ്തർ എന്ന് തന്നെയാണ്. ഒരു പ്രാവശ്യം കൂടി ഓതും. അഊദു ബില്ലാഹി ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇന്ന എന്ന് പറഞ്ഞാൽ, ഇന്ന എന്ന വാക്ക് അറബിയിൽ പ്രയോഗിക്കാറുള്ളത് തഅക്കീദിന് വേണ്ടിയാണ്. തഅക്കീദ് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചു പറയാൻ. അത് നമ്മളതിന് മലയാളത്തിൽ നിശ്ചയമായും അല്ലെങ്കിൽ തീർച്ചയായും ഒക്കെ അർത്ഥം കൊടുക്കാറുണ്ട്. ഇന്ന എന്നത് തഅക്കീദിന് വേണ്ടിയാണ് അറബിയിൽ സാധാരണ പ്രയോഗിച്ചു വരാറുള്ളത്. തഅക്കീദിന് വേണ്ടിയാണ് ഉപയോഗിച്ചു വരാറുള്ളത്. എന്നാൽ ഇന്നി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അർത്ഥം? തീർച്ചയായും ഞാൻ. ഇന്നക തീർച്ചയായും നീ. ഇന്നക്കും തീർച്ചയായും നിങ്ങൾ. ഇന്ന എന്ന് പറഞ്ഞാൽ നാം, തീർച്ചയായും നാം. അഅത എന്ന് പറഞ്ഞാൽ നൽകി. അഅത യുഅതി. അഅതൈന നാം നൽകി. ക നിനക്ക്. തീർച്ചയായും നാം നിനക്ക് നൽകിയിരിക്കുന്നു. അൽ കൗസർ. അൽ കൗസർ അൽ കൗസർ നൽകിയിരിക്കുന്നു. അതിന്റെ അർത്ഥം ഇൻഷാ അല്ലാഹ് വിശദീകരണം പറയുമ്പോൾ മനസ്സിലാക്കാം. ഫസല്ലി അതുകൊണ്ട്, അതുകൊണ്ട്, സല്ലി നീ നമസ്കരിക്കുക. ലിറബ്ബിക നിന്റെ റബ്ബിനു വേണ്ടി. ലിറബ്ബിക നിന്റെ റബ്ബിനു വേണ്ടി. വൻഹർ നീ നഹ്ർ നടത്തുക, ബലിയറുക്കുക. വൻഹർ നീ ബലിയറുക്കുക. ഇന്ന തീർച്ചയായും, ഷാനിഅക നിന്നോട് വിരോധം വച്ചവൻ, നിന്നോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവൻ, ഹുവ അവൻ തന്നെയാണ്, അൽ അബ്തർ എന്നാണ് അർത്ഥം. വാലറ്റവൻ. വാലറ്റവൻ എന്ന് വാക്കർത്ഥം ഇപ്പൊ മനസ്സിലാക്കുക. ഈ സൂറത്തിന്റെ തഫ്സീർ ഇത് ഒരുപാട് പറയാനുള്ളൊരു സൂറത്താണ്. പക്ഷേ വളരെ ചുരുങ്ങിയ ആയത്തുകളാണ്, 3 ആയത്തുകൾ.
പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണിത്. വല്ലാഹു അഅലം. ഈ സൂറത്തിന്റെ തഫ്സീർ അല്ലാമ മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം അമ്മ ജുസ്ഇന്റെ ഒരു തഫ്സീർ ക്ലാസ്സായി എടുത്ത് അത് പുസ്തകമാക്കി അച്ചടിച്ചു വന്നിട്ടുണ്ട്. ആ തഫ്സീറിൽ നിന്ന് ഞാൻ വായിക്കുകയാണ്. സാധാരണ എപ്പോഴും ഈ തഫ്സീർ നിന്ന് വായിക്കണം എന്ന് വിചാരിക്കും, പക്ഷെ പല കാരണങ്ങളാൽ അത് ഇതുവരെ നടന്നിട്ടില്ല. സാദീന്ന് വായിക്കാറുണ്ട്, നമ്മൾ ഇബ്നു കസീറിനും ഖുർത്തുബിന്നൊക്കെ വായിക്കാറുണ്ട്. ഈ സൂറത്തിൽ അദ്ദേഹം പറയുകയാണ്, അൽ ബസ്മല തഖദ്ദമൽ കലാമു അലൈഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിന്റെ തഫ്സീർ നമ്മൾ പറഞ്ഞതാണ്. ആദ്യം ഫാത്തിഹന്റെ തഫ്സീർ പറയുമ്പോൾ പറഞ്ഞതാണത്. ഹാദിഹി സൂറ, ഷെയ്ഖ് പറയുകയാണ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ, ഹാദിഹി സൂറ, ഈ സൂറത്ത് ഖീല, ഇങ്ങനൊരു അഭിപ്രായമുണ്ട്, ഇന്നഹ മക്കിയ, ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതാണെന്നും, വഖീല ഇന്നഹ മദനിയ, മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടതാണെന്നും അഭിപ്രായമുണ്ട്. മക്കിയാണെന്നും മദനിയാണെന്നും അഭിപ്രായമുണ്ട്. വൽ മക്കി, മക്കി എന്ന് പറഞ്ഞാൽ ഹുവല്ലദീ നസല ഖബ്ല ഹിജ്റത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റക്ക് മുമ്പ് ഇറങ്ങിയതാണ് മക്കിയായ സൂറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഇനിയിപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് ഹിജ്റ പോയി മദീനയിലെത്തി, പിന്നെ ഫതഹ് മക്ക സമയത്ത് മക്കത്ത് വന്നിട്ട് അപ്പം ഇറങ്ങിയാലും ആ സൂറത്തിന് എന്തേ പേര് പറയുള്ളൂ? എന്താ പേര് പറയാ? മദനിയ എന്നാണ് പറയാ. കാരണം എന്താ? ഹിജറയ്ക്ക് ശേഷമാണ് അല്ലെ, മക്കയിൽ ഇറങ്ങിയതാണെന്നല്ല, മറിച്ച് മക്കി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറക്ക് മുമ്പേ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് എന്നാണ്. ഇലൽ മദീന, മദീനയിലേക്കുള്ള നബിയുടെ ഹിജറ. സവാഅൻ നസല ഫീ മക്ക ഔ ഫിൽ മദീന, സവാഅൻ നസല ഫീ മക്ക ഔ ഫിൽ മദീന, മക്കയിൽ ഇറങ്ങിയാലും മദീനയിൽ ഇറങ്ങിയാലും ഒക്കെ മക്കി എന്ന് പറഞ്ഞാൽ ഹിജറക്ക് മുമ്പ് എന്നാണ് അതിന്റെ അർത്ഥം. ഔ ഫി ത്വരീഖി ഫി സഫർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിക്കടയിൽ ഇറങ്ങിയതായാലും എവിടെ ഇറങ്ങിയതായാലും ശരി, ഹിജറക്ക് മുമ്പ് ശേഷം എന്നതാണ് വേർതിരിവിനുള്ള മാനദണ്ഡം. ഫകുല്ലു മാ നസല ബഅദൽ ഹിജറ ഫഹുവ മദനി, ഹിജറക്ക് ശേഷം ഇറങ്ങിയതെല്ലാം മദനി. വമാ നസല ഖബ്ലഹ ഫഹുവ മക്കി, ഹിജറക്ക് മുമ്പ് ഇറങ്ങിയത് മക്കി. ഹാദാ ഹുവൽ ഖൗലുർ റാജിഹു മിൻ അഖ്വാലിൽ ഉലമാ, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളിൽ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം ഇതാണ്. യഖൂലുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സൂറത്തിൽ പറയുകയാണ്, മുഖാതിബൻ അന്നബി സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയുകയാണ്, ഇന്നാ അഅതൈനാകൽ കൗസർ, തീർച്ചയായും നാം നിനക്ക് അൽ കൗസർ നൽകിയിരിക്കുന്നു. അൽ കൗസർ ഫിൽ ലുഗത്തിൽ അറബിയ ഹുവൽ ഖൈറുൽ കസീർ. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ അതിന്റെ അർത്ഥം, അതിന്റെ ഭാഷാർത്ഥം എന്താണ്? അൽ ഖൈർ അൽ കസീർ. എന്താ അർത്ഥം? ഒരുപാട് ധാരാളക്കണക്കിന് ഖൈർ, നന്മ എന്നാണ് അതിന്റെ അർത്ഥം. വഹാകദാ കാന നബിയു സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം അഅതാഹു അല്ലാഹു തആല ഖൈറൻ കസീറൻ ഫിദ്ദുനിയ വൽ ആഖിറ. അങ്ങനെ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഒരുപാട് ഖൈർ നൽകിയിരിക്കുന്നു. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിരിച്ചു എന്നാണ്, സന്തോഷം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചു. സഹാബിമാർ എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് ഈ സൂറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിച്ചുകൊണ്ട് അള്ളാഹു ഇറക്കിയ സൂറത്താണ്. അത് ഇബ്നു കസീർ വായിക്കും, ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാവും. ഫമിൻ ദാലിക്, ഈ അള്ളാഹു കൊടുത്ത ഒരുപാട് ഖൈർ കൊടുത്തു എന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഖൈറാണ് അന്നഹറുൽ അദീം അല്ലദീ ഫിൽ ജന്ന വല്ലദീ യുസബ്ബു മിൻഹു മീസാബാനി അലാ ഹൗദിഹിൽ മൗറൂദി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കൊടുത്തിട്ടുള്ള ഈ ധാരാളക്കണക്കിന് ഖൈറിൽ അതിന്റെ ഭാഗം തന്നെയാണ് സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന ആ നദി. അതിന്റെ രണ്ട് മീസാബ്, മീസാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ രണ്ട് ചാലുകൾ സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് മഹ്ശറിലും അത് കാണാം. അതാണെന്ത്? അൽ ഹൗൽ അൽ കൗസർ, ഹൗദുൽ കൗസർ എന്നറിയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരലോകത്ത് അല്ലാഹു കൊടുക്കുന്ന ആ പ്രത്യേക ജലാശയം. അല ഹൗദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദ്.
മാഉഹു അശദ്ദു ബയാദൻ മിനൽ ലബൻ. ആ ഹൗദിന്റെ വെള്ളം പാലിനേക്കാളും വെളുത്തതാണ്. വഅഹ്ലാ മദാഖൻ മിനൽ അസൽ, തേനിനേക്കാളും രുചിയുള്ളതാണ്, സ്വാദുള്ളതാണ്, മധുരമുള്ളതാണ്. വഅത്യബു റായിഹത്തിൻ മിനൽ മിസ്ക്, കസ്തൂരിയേക്കാളും നല്ല സുഗന്ധമുള്ളതാണ്. ഇത് ഷെയ്ഖ് ഒരു ഹദീസിൽ നിന്ന് എടുത്തു പറഞ്ഞ വാക്കുകളാണ്. ഇമാം തിർമിദി അവിടുത്തെ കിതാബു തഫ്സീർ, ഇമാം തിർമിദിയുടെ സുനനിൽ കിതാബു തഫ്സീറിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. 3361 നമ്പറായി. വഹാദൽ ഹൗൽ, ആർക്കും നോട്ട്ബുക്കും പെണ്ണൊന്നുമില്ലേ? ഈ പറയുന്ന ആർക്കും വേണ്ടേ? ഇമാം ബുഖാരിയെ പോലെ കേട്ടപ്പോൾ തന്നെ ഹിഫ്ളാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, അല്ലാത്ത ആളുകൾ എന്തായാലും എഴുതിയിരിക്കണം. വഹാദൽ ഹൗൽ ഫിൽ ഖിയാമ ഫി അറസാത്തിൽ ഖിയാമത്തി യരിദുൽ മുഅ്മിനൂൻ മിൻ ഉമ്മത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹൗദിൽ നിന്ന് ഖിയാമത്ത് നാളിൽ മഹ്ശറ മുറ്റത്ത് വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലെ മുഅ്മിനുകൾ ഈ ഹൗദിൽ നിന്ന് കുടിക്കും. വആനിയതുഹു കനുജൂമിസ് സമാഇ കസ്റതൻ വഹസന, ആ ഹൗദിലുള്ള പാത്രങ്ങൾ, അത് കോരിയെടുക്കാനുള്ള കോപ്പകൾ, അത് ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെ പോലെയായിരിക്കും. കസ്റതൻ, എണ്ണത്തിലും, വഹുസ്നൻ, എന്താ ഭംഗിയിലും, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആയിരിക്കും. ഇതും ഒരു ഹദീസിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ കിതാബുൽ ഫദായിലിൽ വന്നിട്ടുള്ള ഹദീസാണിത്. ഫമൻ കാന വാരിദൻ അലാ ശരീഅതിഹി ഫിദ്ദുനിയ കാന വാരിദൻ അലാ ഹൗദിഹി ഫിൽ ആഖിറ. എത്ര നല്ല വാക്കാണ് ഷെയ്ഖിന്റെ പ്രയോഗം നോക്കൂ. ഫമൻ കാന വാരിദൻ അലാ ശരീഅതിഹി ഫിദ്ദുനിയ കാന വാരിദൻ അലാ ഹൗദിഹി ഫിൽ ആഖിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത് ഈ ദുനിയാവിൽ നുകർന്നവനാരോ അവനാണ് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദും അതിന് നുകരാനുള്ള ഭാഗ്യം ഉണ്ടാവുക. ബിദ്അത്തുകാരനുണ്ടാവോ? ഇല്ല. ആട്ടിയകറ്റു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അവരകറ്റി നിർത്തപ്പെടും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ഉമ്മത്തി, എന്റെ ഉമ്മത്താണല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. നബിയെ, താങ്കൾക്കറിയില്ല താങ്കളുടെ കാലശേഷം എന്തൊക്കെയാണ് അവർ ഈ ദീനിൽ പുതുതായി കടത്തിക്കൂട്ടിയത്. സുബ്ഹാനല്ലാഹ്, ബിദ്അത്തിന്റെ ഗൗരവം നോക്കൂ, അതിന്റെ അപകടം നോക്കൂ. ഹൗദുൽ കൗസറിൽ നിന്ന് നാട്ടിയകറ്റപ്പെടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനെന്ത്? ഫസുഹ്ഖൻ സുഹ്ഖൻ ലിമൻ ഗയ്യറ ബഅദി, എനിക്ക് ശേഷം മാറ്റം വരുത്തിയവർ ദൂരെ പോകട്ടെ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആട്ടിയകറ്റി. ഉമ്മത്തിനോട് കാരുണ്യമുള്ള ലഖദ് ജാഅക്കും റസൂലുൻ മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹു പറഞ്ഞിട്ടുള്ളത്, നിങ്ങളിലേക്ക് ഒരു റസൂൽ വന്നിരിക്കുന്നു, നിങ്ങൾ പ്രയാസപ്പെടുന്നത് സഹിക്കാൻ സാധിക്കാത്ത, നിങ്ങളുടെ കാര്യത്തിൽ അതീവ തൽപരനായ, മുഅ്മിനുകളോട് കരുണയും ദയയുമുള്ള പ്രവാചകനുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടിയകറ്റും. ബിദ്അത്തിന്റെ ഗൗരവം, റസൂലോ സഹാബത്തോ പഠിപ്പിക്കാത്തൊരു വിശ്വാസം, ഒരു കർമ്മം, ഇതെല്ലാം ബിദ്അത്തിന്റെ കൂട്ടത്തിലാണ്. അതിന് എത്ര ഗൗരവത്തോടെ നമ്മൾ കാണണം എന്നതാണ് ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ കാര്യം സൂചിപ്പിക്കുന്നത്. ചെറുത് നിസാരാക്കരുത്, അതാണ് വലുതിലേക്കുള്ള വാതിൽ തുറക്കുന്നത്. ഇമാം ബർബഹാരി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ശറഹ് സുന്നയിൽ പറഞ്ഞെന്താ? അതല്ലേ, ഈ എല്ലാ വലിയ ബിദ്അത്തുകളും അതിന്റെ തുടക്കത്തിൽ എങ്ങനെയായിരുന്നു? ചെറുതായിരുന്നു. അതുകൊണ്ടാണ് ചെറുതിനെ പോലും നിസാരമാക്കരുത്, ഗൗരവമായി കാണണം, ഒരിക്കലും അത് നിസാരമായി കാണാൻ പാടില്ല എന്ന് പറയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ടാണ്. ഈ ശരീഅത്ത് നുകർന്നവന് മാത്രമേ ഈ ഹൗദ് നുകരാൻ സാധിക്കുകയുള്ളൂ. ومن لم يكن واردا على شريعته فإنه محروم منه في الآخرة. ഈ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്ത് വേണ്ടാത്തവന്, അത് തള്ളിക്കളഞ്ഞവന് ഖിയാമത്ത് നാളിൽ ഈ ഹൗദുൽ കൗസർ മഹ്റൂമായിരിക്കും. അവനത് കിട്ടൂല, അവനതിൽ നിന്ന് ആട്ടിയകറ്റപ്പെടും. മാത്രമല്ല ഈ ഹൗദ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹ് കൊടുത്ത അൽ കൗസർ എന്നതിൽപ്പെട്ടത്. അള്ളാഹിന്റെ പ്രയോഗം എങ്ങനെയാണ്? ഇന്ന അഅതൈനാകൽ ഹൗദ് അൽ കൗസർ എന്നല്ല അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ അൽ കൗസർ, ധാരാളം ഖൈർ നാം നിനക്ക് നൽകിയിരിക്കുന്നു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഖൈറാണെന്ത്? ഹൗദുൽ കൗസർ. ومن الخيرات الكثيرة التي أعطيها النبي صلى الله عليه وسلم في الدنيا ما ثبت في الصحيحين
من حديث جابر رضي الله عنه أن النبي صلى الله عليه وسلم قال മാത്രമല്ല റസൂലുള്ളാഹിക്ക് പ്രത്യേകമായി നൽകപ്പെട്ട മറ്റ് അമ്പിയാക്കൾക്കില്ലാത്ത പ്രത്യേകതകളുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. ആ ഖൈറുകളിൽപ്പെട്ട ഖൈറുകളുണ്ട്. അതിൽ ചിലത് ഈ ഹദീസിൽ വന്നിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന അഹദൻ മിനൽ അംബിയാഇ ഖബ്ലി. എനിക്ക് മുമ്പുള്ള പ്രവാചകന്മാർക്കൊന്നും കിട്ടാത്ത 5 സവിശേഷതകൾ, അനുഗ്രഹങ്ങൾ പ്രത്യേകമായി കിട്ടിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, മുമ്പുള്ള നബിമാർക്കൊന്നും കിട്ടാത്ത 5 പ്രത്യേകതകൾ. ഒന്ന്, നുസിർതു ബിർറുഅബി മസീറത ശഹ്റിൻ. നുസിർതു ബിർറുഅബി മസീറത ശഹ്റിൻ. ഒരു മാസം മുൻപേ ഉള്ള ഭയം കൊണ്ട് അള്ളാഹു എന്നെ സഹായിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു ഖൗമിലേക്ക് പോകുമ്പോൾ ആ ഖൗമിനെ ഒരു മാസം, നബി വരുന്നതിന് ഒരു മാസം മുമ്പ് തന്നെ അള്ളാഹു ശത്രുക്കളായ ആളുകൾക്ക് മനസ്സിൽ എന്തിട്ട് കൊടുക്കും? ഒരു പേടിയിട്ട് കൊടുക്കും. അള്ളാഹു മനസ്സിൽ പേടിയിടുന്നത് ആരാണ്? അള്ളാഹു. സൂറത്തുൽ ഹശ്റിൽ അള്ളാഹു പറഞ്ഞില്ലേ, ഫഅതാഹുമുല്ലാഹു മിൻ ഹൈസു ലം യഹ്തസിബു വഖദഫ ഫീ ഖുലൂബിഹിമുർ റുഅബ്. അള്ളാഹു അവരുടെ കൽബിൽ എന്തിട്ട് കൊടുത്തു? ഭയമിട്ട് കൊടുത്തു. ജൂതന്മാരെ പറ്റി പറഞ്ഞതാണ് സൂറത്തുൽ ഹശ്റിൽ. കൽബിൽ ഭയമിട്ട് കൊടുക്കുക എന്നുള്ളത് മുസ്ലിങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, അവസാന കാലത്ത് ശത്രുക്കളുടെ മനസ്സിൽ മുസ്ലിമീങ്ങളോടുള്ള ഭയം എടുത്തെറിയപ്പെടും. പേടി ഉണ്ടാവില്ല. ആദ്യ കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. ഒരു ഭയം ഉണ്ടായിരുന്നു ശത്രുക്കൾക്ക്. ആ ഭയം എടുത്തു കളയുക എന്നുള്ളത് അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോകുന്നതിന് മുമ്പ് ശത്രുക്കൾക്ക് ഒരു മാസം മുമ്പ് നബി എത്തുന്നതിന് മുമ്പ് തന്നെ മനസ്സിൽ ഭയം അള്ളാഹു ഒരു ഭയം ഇട്ട് കൊടുക്കും എന്നാണ്. അത് മറ്റമ്പിയാക്കൾക്കില്ലാത്ത സവിശേഷതയായി എനിക്ക് കിട്ടിയതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 2, വജുഇലത് ലീ അൽ അർദു മസ്ജിദൻ വതഹൂറാ. ഭൂമി മുഴുവൻ അള്ളാഹു എനിക്ക് മസ്ജിദാക്കി തന്നിരിക്കുന്നു, മാത്രമല്ല തഹൂറാക്കി തന്നിരിക്കുന്നു. നമസ്കാരത്തിന് സമയമായാൽ ഒന്നും പള്ളിയൊന്നുമില്ല, ഏത് സ്ഥലത്ത് വന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിസ്കരിക്കാം. ഏത് ഭൂമിയും തഹൂറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഇന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ? ഖലായിൽ നിന്ന്, ടോയ്ലറ്റിൽ നിസ്കരിക്കാൻ പാടുണ്ടോ? പാടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ സ്ഥലത്തല്ലാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഒഴിവാക്കി പറഞ്ഞ സ്ഥലങ്ങളല്ലാതെ ബാക്കി ഭൂമി മുഴുവൻ എന്താണ്? മസ്ജിദ് മാത്രമല്ല തഹൂറും കൂടിയാണ്. തഹൂർ എന്ന് പറഞ്ഞാൽ എന്താ? താഹിറും തഹൂറും തമ്മിൽ വ്യത്യാസം എന്താ? നമ്മൾ പണ്ട് ഫിഖിൽ പഠിച്ചിട്ടില്ലേ? താഹിറായ വെള്ളവും തഹൂറായ വെള്ളവും തമ്മിൽ വ്യത്യാസം എന്താ? താഹിർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയായ വെള്ളമാണ്, പക്ഷെ വൃത്തിയുള്ള വെള്ളം, പക്ഷെ അതുകൊണ്ട് വേറൊന്നും വൃത്തിയാക്കാൻ പറ്റൂല. ഇപ്പോ പാല് താഹിറാണ്, പക്ഷെ പാലുകൊണ്ട് വേറൊന്നിനും വൃത്തിയാക്കാൻ പറ്റുമോ? ഒന്നു കൊടുക്കാൻ പറ്റുമോ? തേങ്ങ വെള്ളം, കരിക്കും വെള്ളം, അത് വൃത്തിയുള്ള വെള്ളമാണ്, താഹിറാണ്, പക്ഷെ അതുകൊണ്ട് വേറൊന്നും വൃത്തിയാക്കാൻ പറ്റുമോ? പറ്റൂല. എന്നാൽ തഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്വയം ശുദ്ധിയുള്ളതാണ്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാനും സാധിക്കും. അതാണ് തഹൂർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? മണ്ണെന്താണ്? തഹൂറാണ്. വെള്ളം കിട്ടാത്തപ്പോൾ എന്ത് ചെയ്യാം? തൈമം ചെയ്യാലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇറക്കി തന്ന അനുഗ്രഹമാണ്. ഭൂമി മുഴുവൻ മസ്ജിദും തഹൂറും. അപ്പോൾ നമസ്കാരത്തിന്റെ സമയമായാൽ ഒന്നും നോക്കാനില്ലല്ലോ, നിസ്കരിക്കാം. വെള്ളം കിട്ടാനല്ലേ? മണ്ണുണ്ട്, നിസ്കരിക്കാനും ആ മണ്ണ് തന്നെ മതി. വജുഇലത് ലീ അൽ അർദു മസ്ജിദൻ വതഹൂറാ. അല്ലാഹു എനിക്ക് മണ്ണിനെ, ഭൂമിയെ മസ്ജിദാക്കി തന്നിരിക്കുന്നു, നിസ്കരിക്കാനുള്ള സ്ഥലമാക്കി തന്നിരിക്കുന്നു, തഹൂറൻ ശുദ്ധിയാക്കാനുള്ളതും ആക്കി തന്നിരിക്കുന്നു. ഫഅയ്യുമാ റജുലൻ മിൻ ഉമ്മതി അദ്റകത്ഹു സ്വലാഹ് ഫൽയുസല്ലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അതുകൊണ്ട് എന്റെ ഉമ്മത്തിലെ ഏതൊരു മനുഷ്യനാകട്ടെ നിസ്കാരത്തിന് സമയമായോ അയാൾ നിസ്കരിച്ചു കൊള്ളട്ടെ. എവിടെ നിസ്കരിക്കാം, അതിനുള്ള സൗകര്യം അള്ളാഹു ചെയ്തു തന്നിരിക്കുന്നു. അതിനൊരു മുടക്കം അള്ളാഹു വരുത്തിയിട്ടില്ല. പള്ളിയില്ല, ഒന്നുമില്ല, വെള്ളമില്ല, എന്നാൽ നിസ്കരിക്കാം. ഏതവസ്ഥയിലും നമസ്കരിക്കാൻ അള്ളാഹു സൗകര്യം ചെയ്തു തന്നിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് വഉതീതു ശഫാഅ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എനിക്ക് എന്ത് നൽകപ്പെട്ടിരിക്കുന്നു? ഷഫാഅത്ത് നൽകപ്പെട്ടിരിക്കുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന
റസൂലുള്ള മാത്രം ചെയ്യുന്ന ഒരു ഷഫാഅത്തുണ്ട്. അതാണ് അശ്ശഫാഅത്തുൽ ഉൾമ എന്നറിയപ്പെടുന്ന ഷഫാഅത്ത്. ഖിയാമത്ത് നാളിൽ വിചാരണക്കെടുക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പറയാൻ ഒരാളും ധൈര്യപ്പെടുകയില്ല. ജനങ്ങളെല്ലാവരും ആദം നബിന്റെ അടുത്ത് പോകും. ആദം നബി പറയും, ഇല്ല, നൂഹ് നബിന്റെ അടുത്ത് പോയിക്കോളും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് പോകും. ഇബ്രാഹിം നബി, മൂസ, ഈസ, അവസാനം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന്റെ മുന്നിൽ പോയി സുജൂദിൽ കിടന്ന് അള്ളാഹു എത്രയോ കാലം അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് അള്ളാഹു അവസാനം പറയും, യാ മുഹമ്മദ് ഇർഫ റഅസക് സൽ തുഅത വഷ്ഫ തുശഫ. മുഹമ്മദ്, നീ തലയുയർത്തു, നീ ചോദിക്കൂ, നൽകപ്പെടും, നീ ശുപാർശ പറയൂ, നിന്റെ ശുപാർശ സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞ അള്ളാഹു ആ മഖാം മഹ്മൂദ്, ആ സ്ഥാനം അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് കൊടുക്കും. എല്ലാ മനുഷ്യരും ആ ഷഫാഅത്തിന്റെ ആനുകൂല്യം അനുഭവിക്കും. മുസ്ലിമും കാഫറും എല്ലാവരും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അവസാനം വരല്ല. എന്ത് വലിയ മഹത്തായ സ്ഥാനമാണ്. അതല്ലാത്ത ഷഫാഅത്തുണ്ട് അല്ലേ, പാപികളെ സ്വർഗത്തിലാക്കാനുള്ള ഷഫാഅത്ത്. ആ ഷഫാഅത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ചെയ്യുക, മലായിക ഷഫാഅത്ത് ചെയ്യും, മുഅ്മിനുകൾ ശുപാർശ പറയും. ഇവരൊക്കെ ശുപാർശ, പക്ഷെ അതിന് നിബന്ധനകളുണ്ട്. ഒന്ന്, മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, ശുപാർശ ചെയ്യുന്ന ആൾക്ക് അള്ളാഹുവിന്റെ അനുമതി ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ശുപാർശ ചെയ്യപ്പെടുന്നത് അള്ളാഹു തൃപ്തിപ്പെടുന്ന ആൾക്ക് മാത്രമാണ്. അല്ലേ, വകം മിൻ മലായികത്തിൻ ഫിസ് സമാവാതി ലാ തുഗ്നി ശഫാഅത്തുഹും ശൈഅൻ ഇല്ലാ മിൻ ബഅദി അൻ യഅ്ദന അല്ലാഹു ലിമൻ യശാഉ വയർദാ. സൂറത്തുൻ നജ്മിൽ അള്ളാഹു പറഞ്ഞു, ശുപാർശ പ്രയോജനപ്പെടുകയില്ല ആർക്കല്ലാതെ, ആർക്ക് വേണ്ടിയല്ല, അള്ളാഹു ഉദ്ദേശിക്കുന്ന, അള്ളാഹു തൃപ്തിപ്പെടുന്ന ആൾക്ക് വേണ്ടിയല്ലാതെ. അതാണ് ആ ശുപാർശ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി സഹാബത്ത് ആവശ്യപ്പെട്ടിരുന്നു. അല്ലെ, ദുആ ഷഫാഅത്താണ്. നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അയാൾക്ക് ചെയ്യുന്ന ഷഫാഅത്താണത്, ഒരു തരത്തിലുള്ള ഷഫാഅത്താണത്. ഉലമാക്കൾ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ഷഫാഅത്തിന് ജീവിച്ചിരിക്കെ ചോദിച്ചിരുന്നു സഹാബത്ത്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ഷഫാഅത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖിയാമത്തിൽ നേരിട്ട് കാണുമ്പോൾ എല്ലാവരും ആ ഷഫാഅത്തിന് ആവശ്യപ്പെടും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് ആവശ്യപ്പെട്ടാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താവും, ശിർക്കാണ്. ഷഫാഅത്ത് ഹബുലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖാ വഅഹ്ലനാ ഇൻ ضاع സയ്യിദി ഖൈറൻ നബി. ആരെ വിളിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ഷഫാഅത്തിന് ചോദിക്കുകയാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ഷഫാഅത്തിനെ തേടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ. അള്ളാഹു ആ ശിർക്കിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ, നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത് ഷഫാഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മഹത്തായ ഷഫാഅത്ത്, ആർക്കില്ലാത്ത ഷഫാഅത്ത് ആർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്? മുഹമ്മദ് നബി സല്ലല്ലാഹു. അതെനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. വഉഹില്ലത് ലീ അൽ മഗാനിം, മാത്രമല്ല ഗനീമത്ത് സ്വത്ത് എനിക്ക് ഹലാലായിരിക്കുന്നു. അത് മറ്റുള്ള നബിമാർക്കില്ല. ശത്രുക്കളുമായി യുദ്ധം ചെയ്താൽ അവർ വിട്ടേച്ചു പോകുന്ന സ്വത്ത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുക്കാലെ ഖുമുസ്. അതിൽ നിന്നുള്ള ഖുമുസ് അള്ളാഹുവിനും റസൂലിനുമുള്ളതാണ്. 1/5 ഗനീമത്ത് സ്വത്തിന്റെ. അത് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. ഗനീമത്ത് സ്വത്ത് എനിക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു. വകാനൽ നബിയു യുബഅസു ഇലാ ഖൗമിഹി ഖാസ്സ വബുഇസ്തു ഇലാ നാസി ആമ്മ. അഞ്ചാമത്തെ പ്രത്യേകത എന്താണ്? എല്ലാ നബിമാരും അവരവരുടെ ഖൗമിലേക്ക് മാത്രം നിയോഗിക്കപ്പെട്ടവരാണ്. ഒരു കാലപരിധി ഉണ്ട് അവരുടെ നുബുവത്തിന്, അവരുടെ റിസാലത്തിന്. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും ഉള്ള നബിയാണ്. ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. അല്ലാഹു പറഞ്ഞു, ഖുൽ പറയൂ നബിയെ, യാ അയ്യുഹന്നാസ് മനുഷ്യരെ, ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ, ഞാൻ നിങ്ങൾക്ക് മുഴുവരിലേക്കുമുള്ള റസൂലാണ്. ഇത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രമുള്ള പ്രത്യേക. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ് കിതാബു തയമ്മും എന്ന അധ്യായത്തിൽ. അതുപോലെ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. ഷെയ്ഖ് പറയുകയാണ്, ഷെയ്ഖ് ഉസൈമീൻ, ഹാദാ മിനൽ ഖൈറിൽ കസീർ, ഇത് ആ മഹത്തായ ഖൈറിൽപ്പെട്ട കാര്യങ്ങളാണ്. ലിഅന്ന ബഅസഹു ഇലൻ നാസി ആമ്മ يستلزم أن يكون أكثر الأنبياء أتباعا.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരിലേക്ക് അയക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ അനുയായികൾ ഉണ്ടാകുന്നത് ആർക്കാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. وهو كذلك فهو أكثرهم أتباعا عليه الصلاة والسلام ومن المعلوم أن الدال على الخير كفاعل الخير. അറിയപ്പെട്ട കാര്യമാണ് ഒരു ഖൈർ കാണിച്ചു കൊടുത്ത ഒരാൾക്ക് അയാൾ കാണിച്ചു കൊടുത്ത് കണ്ടിട്ട് ചെയ്ത എല്ലാവരുടെയും പ്രതിഫലം ആർക്ക് കിട്ടും? കാണിച്ചു കൊടുത്താൽ കിട്ടൂലേ? ചെയ്ത ആളുകളുടെ ഇത് കുറയാതെ. والذي دل هذه الأمة العظيمة التي فاقت الأمم كسرى هو محمد صلى الله عليه وسلم. എല്ലാ ഉമ്മത്തിനേക്കാളും അധികമുള്ള ഭൂരിപക്ഷമുള്ള ഈ ഉമ്മത്തിന് ഖൈർ എല്ലാ ഖൈറും കാണിച്ചു കൊടുത്തത് ആരാ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. وعلى هذا فيكون للرسول عليه الصلاة والسلام من أجر كل واحد من أمته نصيب. ഖിയാമത്ത് നാൾ വരെ എല്ലാ മുസ്ലിങ്ങളുടെയും ഓരോ വ്യക്തികളുടെയും അവരുടെ പ്രതിഫലത്തിന്റെ ഒരു നസീബ്, ഒരു ഭാഗം ആർക്ക് കിട്ടും? മുഹമ്മദ് നബി. അവരുടെ എല്ലാ ഖൈറിന്റെയും കൂലി ആർക്ക് കിട്ടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടും, അവരുടെ ഇത് കുറയാതെ. വമൻ യുഹ്സിൽ ഉമ്മത ഇല്ലല്ലാഹ് അസ്സ വജൽ. ഈ ഉമ്മത്തിന്റെ എണ്ണം അല്ലാഹുക്കല്ലാതെ ആർക്കറിയും? എത്ര ആളുകളാണുള്ളത്. വമിനൽ ഖൈരില്ലദീ ഉഅ്തീഹി ഫിൽ ആഖിറ അൽ മഖാം അൽ മഹ്മൂദ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിയാമത്ത് നാളിൽ നൽകപ്പെട്ട വലിയ സ്ഥാനമാണ് അൽ മഖാം അൽ മഹ്മൂദ്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? اللهم رب هذه الدعوة التامة صلاة القائمة آت محمدا الوسيلة والفضيلة وبعثه مقاما محمودا الذي وعدته. ഇതുവരെയാണ് സഹീഹായി പ്രാർത്ഥന വന്നിട്ടുള്ളത്. വർസുഖ്ന ഷഫാഅതഹു യൗമൽ ഖിയാമത്തി ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ് എന്ന ഭാഗം സഹീഹായ ഹദീസുകളിൽ വന്നതല്ല. അതുവരെ പ്രാർത്ഥിക്കല്ല. മഖാം മഹ്മൂദ് എന്റെ വാക്കർത്ഥം എന്താണ്? മഖാം എന്ന് പറഞ്ഞ സ്ഥാനം, മഹ്മൂദ് എന്ന് പറഞ്ഞ സ്തുതികൾക്ക് അർഹമായ, എല്ലാവരും സ്തുതിക്കുന്ന പുകഴ്ത്തുന്ന സ്ഥാനം എന്നാണ് എന്റെ വാക്കർത്ഥം. എന്താണ് അങ്ങനെ പറയാനുള്ളത് കാരണം? ഫമിൻഹു ഷഫാഅത്തുൽ ഉൾമ, അതിൽപ്പെട്ടതാണ്, ആ മഖാം മഹ്മൂദിൽപ്പെട്ടതാണ് ഷഫാഅത്തുൽ ഉൾമ, ഈ മഹത്തായ ഷഫാഅത്ത്. فإن الناس في يوم القيامة يلحقهم من الكرب والغم ما لا يطيقون. ഖിയാമത്ത് നാളിൽ മനുഷ്യർക്ക് താങ്ങാൻ പറ്റാത്ത ദുരിതവും വിഷമവും അവരെ ബാധിക്കും. ഒന്ന് വിചാരണക്കെടുത്താൽ മതി എന്നാണ് ആ സമയത്ത് ചിന്തിക്കുക. വിചാരണയ്ക്ക് ശേഷം എന്ത് നടക്കുന്നല്ല. പിന്നെയോ ഈ സ്ഥലത്ത് നീ മഹ്ശറിൽ നിന്നും രക്ഷപ്പെട്ടാൽ മതി എന്ന് അള്ളാഹിനോട് വിചാരണ, അതെല്ലാവരുടെയും ആവശ്യമാണ്. എല്ലാവരും മുസ്ലിമിന്റെയും കാഫറിന്റെയും എല്ലാവരുടെയും ആവശ്യമാണ്. അത് ഫയതുലുബൂന ഷഫാഅ, അപ്പോൾ അവർ ഷഫാഅത്ത് അള്ളാഹിനോട് ആരുണ്ട് ഇതൊന്ന് പറയാൻ എന്നവർ അന്വേഷിച്ചു ചെല്ലും. ഫയഅതൂന ഇല ആദം ثم نوح ثم إبراهيم ثم موسى ثم عيسى عليهم الصلاة والسلام حتى تصل إلى النبي صلى الله عليه وعلى آله وسلم فيقوم ويشفع. ഞാൻ നേരത്തെ പറഞ്ഞതന്നെ മനസ്സിലായല്ലോ, എല്ലാവർക്കും അർത്ഥം പറയണ്ട. ويقضي الله تعالى بين العباد بشفاعته. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് കൊണ്ട് അല്ലാഹു ഈ ഉമ്മത്തിനെ എല്ലാവരെയും ശുപാർശക്കെടുക്കാൻ, എല്ലാവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് അതിന്റെ പ്രയോജനം അനുഭവിക്കുന്ന ആളുകളാരൊക്കെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മാത്രമല്ല, ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ട് എല്ലാവരും. എത്ര ആളുകളുണ്ടാവും അല്ലേ? ലോകത്ത് ദുനിയാവിൽ വലിയ കങ്കേമന്മാരായി ജീവിച്ച ആളുകൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ഖീമത്തുണ്ടോ? എന്തെങ്കിലും വിലയുണ്ടോ? ഇല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഉയർത്തിക്കാട്ടുകയാണ്. ആര് താഴ്ത്താൻ ശ്രമിച്ചിട്ട് എന്ത് കാര്യം? താഴ്ത്താൻ ശ്രമിച്ചവൻ അവൻ താണു പോകുന്നല്ലാതെ. സുബ്ഹാനല്ലാഹ്. وهذا مقام يحمده عليه الأولون والآخرون. ഈ മഖാം, ഈ സ്ഥാനം ഉണ്ടല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ സ്ഥാനം അതിനെ സ്തുതിക്കും, അതിനെ വാഴ്ത്തും അൽ അവ്വലൂന വൽ ആഖിറൂൻ, മുൻഗാമികളും അവസാനമുള്ളവരും എല്ലാവരും ആ സ്ഥാനത്തെ വാഴ്ത്തും. എന്തു വലിയ സ്ഥാനമാണത്. വദാഖിലുൻ ഫീ ഖൗലിഹി തആല, അതിനെ കുറിച്ചാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഇസ്രായിൽ 79ാമത്തെ ആയത്ത്, അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. അല്ലാഹു നിന്നെ ആ മഖാം മഹ്മൂദ് എന്ന സ്ഥാനത്തിലേക്ക് നിന്റെ റബ്ബ് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചേക്കാം എന്ന സൂറത്തുൽ ഇസ്രായിൽ ആയത്ത്. ഇദൻ, അതുകൊണ്ട് അൽ കൗസർ യഅനി അൽ ഖൈർ അൽ കസീർ. അതുകൊണ്ട് അൽ കൗസർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ഒരുപാട് ഖൈർ, അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഹൗദുൽ അൽ കൗസർ.
ومنه النهر الذي في الجنة അതാണ് സ്വർഗ്ഗത്തിലുള്ള ആ നദി فالنهر الذي في الجنة هو الكوثر لا شك അത് കൗസർ എന്നാണ് ആ സ്വർഗ്ഗത്തിലുള്ള ആ നദി അത് കൗസർ എന്നതിൽ പെടും എന്നതിൽ യാതൊരു സംശയമില്ല വയുസമ്മ കൗസറൻ ലകിന്നഹു ലൈസ ഹുവ ഫഖത്ത് الذي أعطاه الله نبيه محمدا صلى الله عليه وسلم من الخير പക്ഷേ അത് മാത്രമാണെന്ന് പറയാൻ നിർവാഹമില്ല ولما ذكر منته عليه بهذا الخير الكثير قال فصل لربك وانحر ഇത്രയും വലിയ അനുഗ്രഹം നിനക്ക് നാം നൽകി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ ഉടനെ അല്ലാഹു പറയുകയാണ് അതിനെ നന്ദി കാണിച്ചുകൊണ്ട് ഫസല്ലി ലറബ്ബിക വൻഹർ ശുക്രൻ ലില്ലാഹി അലാ ഹാദിഹി നിഅമത്തിൽ അളീമ ഈ മഹത്തായ നിഅമത്തിനെ ശുക്രെന്നോണം നീ അല്ലാഹുവിനു വേണ്ടി നമസ്കരിക്കുക അല്ലാഹുവിനു വേണ്ടി നീ ബലിയർപ്പിക്കുക ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലേ എന്തൊക്കെ പരീക്ഷണങ്ങൾ എല്ലാ മക്കളും ആൺമക്കളും പെൺമക്കളും എല്ലാവരും ഫാത്തിമ ഒഴികെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൺമുന്നിൽ നബി ജീവിച്ചിരിക്കെ മരണപ്പെട്ടുപോയി 6 മക്കളും ഫാത്തിമ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ജീവിച്ചത് സൈനബ് മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ടായിരുന്നു സൈനബ് മകളാണ് ഇബ്രാഹിം മരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയുന്നുണ്ടായിരുന്നു ഒക്കെ ഹദീസുകളിൽ പ്രത്യേകം വന്ന കാര്യങ്ങളാണ് ഇങ്ങനെ എന്തൊക്കെ പരീക്ഷണങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചു അശദ്ദുന്നാസി ബലാഅൻ അൽ അംബിയ അല്ലാഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആളുകളിൽ ഏറ്റവും പരീക്ഷണം അനുഭവിക്കേണ്ടി വരുന്നത് ആരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കളാണ് പിന്നെ ആരാണ് സുമ്മൽ അംസൽ ഫൽ അംസൽ പിന്നെ അതുപോലെയുള്ളവർ എന്ന് പറഞ്ഞു പക്ഷേ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല വലസൗഫ യുഅതീക റബ്ബുക ഫതർദാ അള്ളാഹു പറഞ്ഞു നിനക്ക് ആഖിറത്താണ് നല്ലത് നിന്റെ റബ്ബ് നിനക്ക് തരും അപ്പോൾ നീ തൃപ്തിപ്പെടും ഇതെല്ലാ വിഷമവും മാറും എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നീ അള്ളാഹുവിന് വേണ്ടി ഈ പറഞ്ഞ സലാത്തും നഹറും നിർവഹിക്കുക അൻ തുസല്ലിയ വതൻഹറ ലില്ലാഹ് വൽ മുറാദു ബിസ്സലാത്തി ഹുനാ ജമീഅസ് സലവാത്ത് ഈ ഇവിടെ സലാത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ് ജമീഉസ് സലവാത്ത് എന്താ അർത്ഥം എല്ലാ നിസ്കാരവും എല്ലാ നമസ്കാരവും എന്ന് പറഞ്ഞാൽ അവ്വലു മാ യദ്ഖുലു ഫീഹാ എന്നാൽ ഫസല്ലി നീ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ആദ്യം പ്രവേശിക്കുന്നത് ഏത് നിസ്കാരമാണ് അൽ മഖ്റൂന ബിൻ നഹർ ബലിയുമായി അടുത്തു നിൽക്കുന്ന നിസ്കാരം അതേത് നിസ്കാരം ബലിയോട് അടുത്ത് നിൽക്കുന്ന നിസ്കാരം ബലി ബലി പെരുന്നാളിന്റെ നിസ്കാരം വഹിയ സലാത്തു ഈദിൽ അദ്ഹാ ബലി പെരുന്നാൾ അന്ന് നിസ്കരിക്കുന്ന പെരുന്നാൾ നിസ്കാരം ഉണ്ടല്ലോ അതാണ് അതിനോട് അടുത്ത് നിൽക്കുന്ന നിസ്കാരം ലാകിന്നൽ ആയ ഷാമില ആമ്മ അതിൽ ആദ്യം തന്നെ അതിൽ പെടുന്ന നിസ്കാരം അതാണ് പക്ഷേ ഈ ആയത്ത് ഷാമില എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ആമ്മ പൊതുവായതാണ് ഫസല്ലി ലിറബ്ബിക് അതുകൊണ്ട് നീ നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക അസ്സലവാത്തിൽ മഫ്റൂദ വന്നവാഫിൽ ആദ്യം നിസ്കരിക്കണം ഫർളായ നിസ്കാരം അള്ളാഹുവിനോട് ഏറ്റവും അടുക്കുന്നത് ഫർളായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലേ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം ഫർളായ കാര്യങ്ങൾ പിന്നെ നവാഫിൽ ചെയ്ത് അവൻ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും ഏതുവരേക്കും ഞാൻ അവന്റെ കാതും കണ്ണുമൊക്കെ ആകുന്നത് വരേക്കും പിന്നെ അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് ഉത്തരം നൽകും പിന്നെ അവൻ എന്നോട് സഹായം തേടിയാൽ അവൻ എന്നോട് രക്ഷ തേടിയാൽ ഞാൻ അവന് രക്ഷ നൽകും അവനോടാരെങ്കിലും ശത്രുത പ്രഖ്യാപിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ അള്ളാഹു അവന്റെ കയ്യാകും കണ്ണാകും കാതാകും എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ എന്നാണ് ഇതിന്റെ അർത്ഥം മനസ്സിലല്ലോ അങ്ങനെയാണത് അതിന് മുൻഗാമികൾ വിശദീകരിച്ചിട്ടുള്ളത് ഇതാണ് വലി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റൂഹ് പിടിക്കുന്നത് പോലും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അവന് വെറുപ്പുള്ള ഒരു കാര്യവും ചെയ്യാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസിദ്ധമായ ഹദീസ് ഉണ്ടല്ലോ വലിയുടെ ഹദീസ് മൻ ആദാ ലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ് എന്നാണ് അതിന്റെ തുടക്കം നമ്മുടെ ഒരു വലിയനോട് ആരെങ്കിലും ശത്രുത പ്രഖ്യാപിച്ചാൽ ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു ആരാണ് അള്ളാഹുവിന്റെ ഔലിയ അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ഈമാനുള്ള തഖ്വയുള്ള ഏതൊരു മുസ്ലിമും അള്ളാഹുവിന്റെ വലിയാണ് അത് ദർജ കൂടിയവരും കുറഞ്ഞവരും ഉണ്ടാവും അവരുടെ അമലുകൾക്കനുസരിച്ച് ഈമാനനുസരിച്ച്
ഇത് ഫർദായത് ആദ്യം, പിന്നെ വന്നവാഫിൽ ഐച്ഛികമായത്. ഒഴിവാക്കിയാൽ ശിക്ഷയില്ല, പക്ഷേ ചെയ്യുന്നത് കൊണ്ട് ഈമാൻ വർദ്ധിക്കും, അള്ളാഹുവിനോട് അടുപ്പമുണ്ടാകും. സ്വലവാത്തുൽ ഈദ് വൽ ജുമുഅ, പിന്നെ ഈദ് നമസ്കാരം, ജുമുഅ നമസ്കാരം. വൻഹർ ഐ തഖറബ് ഇലൈഹി ബിൻ നഹർ. വൻഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? അറുക്കുക, അതായത് നീ അള്ളാഹുവിലേക്ക് അടുക്കുക അറവ് ചെയ്തുകൊണ്ട്. വൻ നഹർ യുഖ്തസ്സു ബിൽ ഇബിൽ. നഹർ എന്ന് പ്രയോഗിക്കുക എന്തിനറുക്കുന്നതിനാണ്? ഇബിൽ ഇബിൽ, ഒട്ടകത്തെ അറുക്കുന്നതിനാണ് നഹർ എന്ന വാക്ക് പ്രയോഗിക്കുക. വദ്ദബ്ഹ് ലിൽ ബഖരി വൽ ഗനം. ദബ്ഹ് എന്ന് പറഞ്ഞ വാക്ക്, ദബ്ഹ് എന്ന് പറയും അറുക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഫൈദാ ദബഹ്തും ഫഅഹ്സിനു അദ്ദിബ്ഹ. നിങ്ങൾ അറുക്കുമ്പോൾ എന്താക്കുക? അറവ് നന്നാക്കുക എന്ന് പറഞ്ഞിട്ട് നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കുക, ഖിബിലക്ക് വെച്ചറുക്കുക, അതുപോലെ മറ്റുള്ളതിനെ കാണിക്കാതിരിക്കുക, മറ്റ് ഇനി അറക്കാൻ പോകുന്നതിനെ കാണിക്കാതിരിക്കുക. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ആദാബുകൾപ്പെട്ടതാണ്. ആദാബാണ് അതൊക്കെ, മനസ്സിലല്ലേ? ദിബ, ബിസ്മി പറയണം, അറക്കേണ്ട ആളുകൾ ഇറക്കണം, മുസ്ലിമായ ആളുകൾ ഇറക്കണം, ഇതൊക്കെ. അതുപോലെ അഹ്സിനു അദ്ദിബ്ഹ എന്ന് പറഞ്ഞ ഹദീസിൽ കാണാം, ദിബ്ഹ്, ദിബ്ഹ, ദബ്ഹ് എന്ന് പറയും. അത് ആ വാക്ക് എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ബഖർ വൽ ഗനം, പശുവിനെയും മാടുവർഗത്തെയും അതുപോലെ ആടിനെയും ആടിന്റെ വർഗത്തെയും അറുക്കുന്നതിനാണ് ദബ്ഹ് എന്ന് പറയാം. നഹർ എന്ന വാക്ക് ഒട്ടകച്ചറക്കുന്നതിനാണ് പറയാറുള്ളത്. ലാകിന്നഹു ദക്കറ നഹർ, പക്ഷെ അള്ളാഹുവിടെ നെഹ്റു പറഞ്ഞിട്ടുള്ളത് ലിഅന്നൽ ഇബിൽ അൻഫ മിൻ ഗൈരിഹാ ബിനിസ്ബതി ലിൽ മസാകിൻ. കാരണം ഒട്ടകത്തെ അറുത്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്താൽ അതാണ് അവർക്ക് കൂടുതൽ ഉപകാരപ്പെടുക, ഒരു സംശയമില്ലല്ലോ. അതുകൊണ്ടാണ് അള്ളാഹു അത് തന്നെ പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും നല്ലത് തന്നെ അള്ളാഹു പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ്. വലിഹാദ, അതുകൊണ്ടാണ് അഹദൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹജ്ജത്തിൽ വദാ മിഅത ബഈരിൻ. അതുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ എത്ര ഒട്ടകത്തിന് അറുത്തത്? എത്രണ്ണത്തിന്? 100 എണ്ണത്തിന്. വനഹറ മിൻഹാ 63 ബിയദിഹി, അതിൽ തന്നെ 63 എണ്ണത്തിന് റസൂലുള്ളാഹി അവിടുത്തെ തിരുകൈ കൊണ്ട് അറുത്തു. വഅഅതാ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അൽ ബാഖി ഫനഹറഹ, ബാക്കി ആർക്ക് കൊടുത്തു? അലിക്ക് കൊടുത്തിട്ട് അറുക്കാൻ പറഞ്ഞു. وتصدق بجميع أجزائها إلا بضعة واحدة من كل ناقة. എന്നിട്ട് അത് മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദഖ കൊടുത്തു, എല്ലാത്തിൽ നിന്നും ഒരു കുറച്ച് ഭാഗം ഒഴികെ, എല്ലാ ഒട്ടകത്തിന്റെയും ഒരു കുറച്ച് ഭാഗം ഒഴികെ. فأخذها وجعلت في قدر, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ട് ഒരു ചെറിയ ഒരു പാത്രത്തിലിട്ടു. فطبخها فأكل من لحمها, എന്നിട്ട് അത് പാകം ചെയ്ത് അതിന്റെ മാംസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചു. വശരിബ മിൻ മറഖിഹ, അതിന്റെ കറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടിച്ചു. വഅമറ ബിസ്സദഖതി ഹത്താ ബിജിലാലിഹാ വജുലൂദിഹാ, അതിന്റെ തോലും അതിന്റെ ജീനിയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനം ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്തു. ഇത് ഹദീസാണ്, ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ളതാണ് കിതാബുൽ ഹജ്ജിൽ, അത് ഇമാം മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാ അർത്ഥിട്ടുള്ളത്? ഒട്ടകത്തിന്, 100 എണ്ണത്തിന് അർത്ഥില്ല. കാരണം അതെന്താണ്? അത് കൂടുതൽ ഉപകാരപ്പെടുന്നു. അത് തന്നെയാണ് അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളതും. ഒട്ടകത്തിന് അറക്കാന്നുള്ള നെഹർ ഒട്ടകത്തിന് അറക്കുന്നതിനാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. ഒട്ടകത്തിന് ഖാസായിട്ടാണ്, അതിന് പ്രത്യേകമായിട്ടാണ് വൻഹർ എന്ന വാക്ക് പ്രയോഗിക്കാറുള്ളത്. അല്ലെങ്കിൽ എന്ത് പറയും? വദ്ബഹ്, ദിബ്ഹ് അടുത്ത്. അത് ബഖറിനും ഗനം എന്ന് പറഞ്ഞാൽ ആടിനും പറയുന്ന വാക്കാണ്. ഇനി നോക്ക്, അലൈഹി സ്വലാത്തു വസ്സലാം വൽ അംറു ഫിൽ ആയതി അംറുൻ ലഹു വലിൽ ഉമ്മ. ഈ കൽപ്പന, നിസ്കരിക്കുക, നിങ്ങൾ വലിയെടുക്കാന്നുള്ള കൽപ്പന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ബാധകമാണ്. പിന്നെ ആർക്കും ബാധക? ഉമ്മത്തിനും, നബിയുടെ ഉമ്മത്തിനും. ഫഅലൈന അൻ നുഖ്ലിസ സ്വലാത ലില്ലാഹ്, അതുകൊണ്ട് നമുക്ക് നിർബന്ധമാണ് അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി നമസ്കരിക്കൽ. വ അൻ നുഖ്ലിസ അൻ-നഹ്റ ലില്ലാഹ്, നഹർ ഈ അറവും ആർക്ക് വേണ്ടി നിർവഹിക്കൽ? അള്ളാഹ്ക്ക് വേണ്ടി. ഒന്ന് തടി കൊണ്ടുള്ളതാണ്, ഒന്ന് സമ്പത്ത് കൊണ്ടുള്ളതാണ്. كما أمر بذلك نبينا صلى الله عليه وسلم ثم قال إن شانئك هو الأبتر. നബിയോട് അല്ലാഹു കൽപ്പിച്ചതുപോലെ എന്നിട്ട് അല്ലാഹു പറഞ്ഞു, നിന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ അവൻ തന്നെയാണ് വാലറ്റവൻ. هذا في مقابل إعطاء الكوثر قال إن شانئك هو الأبتر. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ
അനുഗ്രഹങ്ങൾ കൊടുത്തത് പറഞ്ഞിട്ടാണ് അള്ളാഹ് പറയുന്നത് എന്നോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ ആരാണ്? അബ്തറാണ് അവൻ. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ ഷാനിഅക ഐ മുബ്ഗിദുക. ബുഗ്ൾ, എന്നോട് ബുഗ്ൾ വെച്ച് പുലർത്തുക. ബുഗ്ൾ പറഞ്ഞ വിദ്വേഷം, പക. വശൻആൻ ഹുവൽ ബുഗ്ൾ, ഷൻആൻ എന്ന് പറഞ്ഞാൽ ബുഗ്ളാണ്. വമിൻഹു ഖൗലുഹു തആല, ഈ ഷൻആൻ എന്ന വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. വലാ യജ്രിമന്നകും ഷനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു. സൂറത്തുൽ മാഇദയിൽ 2-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഖൗമിനോട് വിദ്വേഷമുണ്ട്, അവർ നിങ്ങളെ മസ്ജിദുൽ ഹറാം എന്ന് തടഞ്ഞ ആളുകളാണ്. പക്ഷെ അതുകൊണ്ട് പോലും നിങ്ങൾ അവരോട് എന്ത് നടത്തരുത്? അതിക്രമം പാടില്ല. അള്ളാഹ് പറഞ്ഞതുപോലെ ചെയ്യാന്നല്ലാതെ അതിക്രമിക്കരുത്. അതുപോലെ അതായത് ലാ യഹ്മിലന്നകും ബുഗ്ളുഹും അൻ തഅതദു. ഷനആൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ബുഗ്ൾ എന്ന അർത്ഥത്തിലാണ്. അതുപോലെ വലാ യജ്രിമന്നകും ഷനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ. അതേ സൂറത്തിൽ തന്നെ സൂറത്തുൽ മാഇദയിൽ അല്ലാഹ് പറഞ്ഞു, ഒരു ഖൗമിനോടുള്ള വിദ്വേഷം നിങ്ങൾ എന്തിനു പ്രേരിപ്പിക്കരുത്? അനീതി കാണിക്കാൻ. അല്ലാ തഅദിൽ, നീതി കാണിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. നമുക്ക് വിരോധമുണ്ടെന്ന് വിചാരിച്ചിട്ട് നീതിക്കെതിരായത് ചെയ്യാൻ പാടില്ല. നീതി അള്ളാഹു പഠിപ്പിച്ച അതിൽ അത് പാലിച്ചിരിക്കണം. ഇഅദിലു ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് അടുത്തു നിൽക്കുന്നത് എന്നുള്ള പറഞ്ഞു. അപ്പൊ ആയത്തിൽ എന്ത് പ്രയോഗിച്ചു? ഷനആൻ, അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇന്ന ഷാനിഅക, വിദ്വേഷം, നിന്നോട് വിദ്വേഷം വെച്ചു പുലർത്തുന്നവൻ. ഫശാനിഉക ഫീ ഖൗലിഹി ഇന്ന ഷാനിഅക യഅനി മുബിഗ്ദുക ഹുവൽ അബ്തർ. അബ്തർ എന്ന് പറഞ്ഞാൽ ഇസ്മു തഫ്ളീലിൻ മിൻ ബുതിറ. ബുതിറ എന്നൊരു വാക്കുണ്ട് അറബിയിൽ. എന്ന് പറഞ്ഞാൽ വാല് മുറിഞ്ഞു പോയി എന്നാണ് അർത്ഥം. പാരമ്പര്യം നഷ്ടപ്പെട്ടു. അവനോടുകൂടി അവന്റെ പരമ്പര തീരും. ഇനി അവന്റെ പിൻഗാമിയായി ആരും വരാനില്ല. 7:58 ബിമഅന ഖുതിഅ യഅനി ഹുവൽ അഖ്ത, അവനാണ് മുറിഞ്ഞു പോയവൻ. അൽ മുൻഖതി, അതായത് ബുതിറ എന്നതിന്റെ ഏറ്റവും ആ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുള്ള വാക്കാണ് അബ്തർ എന്ന് പറഞ്ഞാൽ. അങ്ങേയറ്റം മുറിഞ്ഞുപോയ. കബുറ, അക്ബർ എന്ന് പറയുന്ന പോലെ ഏറ്റവും വലിയവൻ, അഹ്സൻ ഏറ്റവും നല്ലവൻ, അഫ്ളൽ ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്ന പോലെ ആണ് അബ്തർ. ഏറ്റവും വാലറ്റവൻ, പിൻഗാമികളില്ലാതായി പോയവൻ, അങ്ങേയറ്റം മുറിഞ്ഞുപോയവൻ. വദാലിക അന്ന കുഫാറ ഖുറൈശി യഖൂലുൻ മുഹമ്മദ് അബ്തർ. കാരണം ഖുറൈശി കാഫിറുകൾ പറയുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്തറാൻ. ലാ ഖൈറ ഫീഹി വലാ ബറകത ഫീഹി വലാ ഫീ ഇത്തിബാഇഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നതിലോ നബിയിൽ ഖൈറില്ല, ബറക്കത്തില്ല. നബിയെ പിൻപറ്റുന്നതിലും ഒരു ഖൈറുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്തറാണ്. എപ്പോഴാണ് അവരിത് പറഞ്ഞത്? ലമ്മാ മാത ഇബ്നുഹു അൽ ഖാസിം റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ ഖാസിം മരിച്ചപ്പോഴാണ് ഈ ഖുറൈശികൾ ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി പിൻഗാമികളില്ല എന്ന അർത്ഥത്തിൽ. നിസ്കാരത്തിന് സമയമായി. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വതആല നന്നായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ സിദ്നാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ طيبا. اللهم بارك لنا في علمنا، اللهم بارك لنا في علمنا وبارك في هذا البيت وأهله. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله.